ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് മൊണ്ണപ്പ എങ്ങനെയുള്ളതെന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഗൈസ്, അതൊക്കെ വളരെ തെറ്റാണ്. സോ നമുക്ക് കണ്ണപ്പ എന്ന് തന്നെ പറയാം. സോ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഒരുപാട് കണക്റ്റ് ആവാത്തൊരു സിനിമയായിട്ട് തോന്നി. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഒട്ടും കണക്റ്റ് ആവാത്തൊരു മോശം പടമായിട്ടാണ് തോന്നിയത് കണ്ണപ്പ. കണ്ണപ്പ എന്ന് പറയുന്നത് ഒരു ശിവഭക്തനാവുന്നതാണ്. പുള്ളിക്കാരൻ ഒരു ഭക്തനെ അല്ല, ദൈവഭക്തനെ അല്ല, ഫൈനലി ഒരു ശിവഭക്തനായിട്ട് മാറി. സോ ശിവൻ്റെ കണ്ണിൽ നിന്നും ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ശിവന് കണ്ണ് കേടായി എന്നും പറഞ്ഞുകൊണ്ട് സോ കണ്ണ് ദാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് കണ്ണപ്പ. സോ ആ കണ്ണപ്പയുടെ കഥയ്ക്കുള്ളിൽ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവന്മാർക്ക് പോലും അറിയാത്ത രീതിയിലാണ് ഈ ഒരു പടം എടുത്ത് നശിപ്പിച്ച് നാറാണ കല്ല് പിടിപ്പിച്ച് എന്താ പറയുക. സത്യം പറഞ്ഞാൽ എന്ത് കോപ്പാണ് പറയാമെന്നറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. എന്തും നമ്മൾ പറഞ്ഞു ഈ സിനിമ കണ്ടതിന് ശേഷം. സോ നിങ്ങളൊരു മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു വൻ അപരാധ പടമായിട്ട് ഫീൽ ചെയ്യും. എന്തിനാണ് ലാലേട്ടൻ നിങ്ങൾ ഈ ഒരു സിനിമയെ കണ്ടിട്ട് റോൾ കൊടുത്തത്? പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അതോ ഫെയിമിന് വേണ്ടിയിട്ട്? ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ ആൾറെഡി നിങ്ങൾക്കത് ഉണ്ടല്ലോ ഗൈസ്, ഇല്ലേ? ലാലേട്ടന് ആൾറെഡി ഫെയിം ഉണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്തിനും ഫെയിമാണ് വേണ്ടത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട്? സോ ആ കഥ കേട്ടപ്പോൾ എങ്കിലും തോന്നിക്കാണില്ലേ ഇതിൽ അഭിനയിക്കേണ്ടതെന്ന്? അപ്പോൾ എന്തായാലും അഭിനയിച്ചിരിക്കുകയാണ്. സോ എന്തായാലും പറ്റിപ്പോയി, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് അതുപോലെ തന്നെ പ്രഭാസ്, നമ്മുടെ ഡാർലിംഗ് പ്രഭാസ്, ഡാർലിംഗായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഛത്രപതിയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ കാണാൻ എനിക്കിഷ്ടമല്ല ഗൈസ്. അല്ലെങ്കിൽ പോയിട്ട് നമ്മുടെ ബാഹുബലിയായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല ഗൈസ് പ്രഭാസിനെ. പിന്നെ നമ്മുടെ മുകേഷ് റാവു എല്ലാവരും നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറെ ആരാവുള്ള നല്ല അറിയാവുന്നതാണ് കണ്ണപ്പ. കൊണ്ട് തന്നെ കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ കരിയർ ടോട്ടലി ബ്ലാങ്ക് ആയിട്ട് മാറി എന്ന് തന്നെ പറയാം, നായകൻ്റെ. ആൻഡ് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഗൈസ് പേഴ്സണലി ഐ എം വെരി ബാഡ് ഫീലിംഗ് ഈ സിനിമ കണ്ടതിന് ശേഷം. സിനിമ ഇനി കാണണ്ടെന്ന് വിചാരിച്ചാലോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ് ഈ സിനിമ കണ്ടതിന് ശേഷം. അത്രയ്ക്ക് കൊന്നു ഈ സിനിമ കണ്ടു. പിന്നെ ചിരഞ്ജീവി എന്താണ് കാണിച്ചത്? ചിരഞ്ജീവി അല്ലല്ലോ, വേറെ ആരെയും, അക്ഷയ് കുമാർക്ക് എൻ്റെ മോനെ കാലെ വാരി തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ക്യാരക്ടറിനെ അല്ല, എന്ന് ഞാൻ പറയില്ല. അക്ഷയ് കുമാറിനല്ല, ഒരിക്കലും അല്ല, അടിക്കണ്ട. സോ അവരൊക്കെ ജീവിച്ചു പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോട്ടെ. ഹൗസ്ഫുള്ളൊക്കെ ഇതിനെക്കാട്ടി അവരതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഹൗസ്ഫുൾ 5 അതിനെക്കാട്ടിയും എജ്ജാതി സംഭവം ഇതിനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ടോട്ടലി ഒരു കില്ലർ പടമാണ്, ഒരു കില്ലർ ബിൽഡർ പടമാണ് കണ്ണപ്പ. അതുകൊണ്ട് തന്നെ നമ്മളെ കൊന്ന് കുഴിച്ചു കൊടുക്കും. സോ ഇതിക്കുള്ള ഞാൻ എന്താ പറയുക, നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയാണ്. അപ്പോൾ ഇനി പടം നല്ല അടിപൊളി പടം എടുക്കണമെന്ന് ആഗ്രഹമുള്ള പുതു തലമുറയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ണപ്പ കാണണം. കണ്ടാൽ മാത്രമേ നമുക്കത് കണക്ട് ചെയ്ത് നമുക്ക് പുതിയ വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ബാഹുബലിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഉറപ്പായിട്ട് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് പടമാണ് കണ്ണപ്പ. കണ്ട് എഡിറ്റിങ്ങും അതിൻ്റെ മേക്കിങ്ങും പെർഫോമൻസും ആക്ഷനും സിനിമാറ്റോഗ്രഫിയും ഓൾ ഇൻ ആൾ എല്ലാം പഠിച്ചിട്ട് ഇതുപോലത്തെ കിടിലം പടങ്ങളെടുത്ത് റിലീസ് ചെയ്യുക. സോ ഞാനുണ്ടാവും ഷൂട്ട് ചെയ്യാൻ, കാണാൻ. ഓക്കെ, ജീവനോടുണ്ട്. അപ്പോൾ എന്തായാലും പോവാണ് ഗൈസ്. ഈ റിവ്യൂ കണ്ടിട്ട് ആരെങ്കിലും കണ്ണപ്പ കാണാനെങ്കിൽ ഉറപ്പായിട്ട് കാണാം. നല്ല പടമാണ്, അടിപൊളി.